കൂട്ടുകാരെ നമസ്കാരം. ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എഗ്ഗ് റോസ്റ്റാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. പഴയ ഒരുപാട് വീഡിയോകളുണ്ട്, അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മൂന്ന് മുട്ട ഉപയോഗിച്ചുള്ള എഗ്ഗ് റോസ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. എഗ്ഗ് റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്കെടുക്കാം. മീഡിയം സൈസിലുള്ള ഒണിയൻ 2 എണ്ണം സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ ടൊമാറ്റോ 2 എണ്ണം കുറച്ച് വലിപ്പത്തിൽ സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഇഞ്ചി 1 ടീസ്പൂൺ ചതച്ചത്, വെളുത്തുള്ളി 1 ടീസ്പൂൺ ചതച്ചത്, കറിവേപ്പില 2 എണ്ണം. ഇനി എഗ്ഗ് റോസ്റ്റ് തയ്യാറാക്കുവാനായിട്ട് ഒരു ഫ്രൈങ് പാൻ എടുക്കാം. പാൻ ചൂടാകുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കണക്കിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കിന് അതിലേക്ക് കറിവേപ്പില, ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, അതുപോലെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇത്രയും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഉടൻ തന്നെ ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എഗ്ഗ് റോസ്റ്റിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒണിയൻ നന്നായിട്ട് ഒന്ന് വാടി വരുമ്പോഴത്തേക്കിന് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ എഗ്ഗ് റോസ്റ്റിന് നമ്മൾ ഒട്ടും വെള്ളം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഡ്രൈ ആയതിനു ശേഷം മസാലപ്പൊടി ചേർത്താൽ നമുക്ക് വെള്ളം ഒഴിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഈ ഒരു പരുവത്തിന് ചെയ്യുമ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം നമ്മുടെ തക്കാളിയിൽ തന്നെ ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, മഞ്ഞൾ പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല പൗഡർ 1/4 ടീസ്പൂൺ ഇത്രയും ചേർത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതുപോലെ തന്നെ നന്നായി റോസ്റ്റ് ചെയ്തും എടുക്കാം. നമ്മൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ടാണ് മസാലപ്പൊടികളൊക്കെ വളരെ കുറച്ച് ചേർത്തത്. ഗരം മസാല 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. കാര്യം വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് അത് കൂടുതൽ ചേർത്താൽ അതിൻ്റെ കുത്തിൽ കൂടുതലായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് കുറച്ച് ചേർത്തത്. ഇനി ഇത് സ്ലോ ഫ്ലെയിമിൽ തന്നെ കുറേ നേരം നന്നായിട്ട് നമുക്കിതിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി തോട് കളഞ്ഞ് വരഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരുമിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ ഓയിൽ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം കൂടുതൽ സമയം കേടുകൂടാതിരിക്കുവാനായിട്ട് ഇത് നല്ലതായിരിക്കും. നമ്മൾ യാത്രയൊക്കെ പോകുമ്പം ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കുവാനായിട്ട് അല്ലെങ്കിൽ പൂരിയുടെ കൂടെയൊക്കെ കഴിക്കുവാനായിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ കേടുകൂടാതെ പിറ്റേ ദിവസം വരെയൊക്കെ ഇരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചപ്പാത്തി, പൂരി, പൊറോട്ട, ഇടിയപ്പം, വെള്ളയപ്പം, പാലപ്പം ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഈ എഗ്ഗ് റോസ്റ്റ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.